എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു. ഹെറോദിയോൺ, ഹെറോദോസ് രാജാവിന്റെ കൊട്ടാരം. ജെറുസലേമിൽ നിന്ന് ബത്ലഹേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയരികിൽ അഷ്ടഭുജത്തിലുള്ള ഒരു പള്ളിയുടെ അവശിഷ്ടങ്ങൾ കാണും. കത്തിസ്മ, മാതാവ് ഇരുന്ന സ്ഥലമെന്നാണ് ഐതിഹ്യം. ബത്ലഹേമിലേക്ക് പോകുന്ന വഴി ഒരല്പസമയം വിശ്രമിക്കാനായിട്ട് മാതാവ് ഇരുന്നിരുന്ന സ്ഥലം. അവിടെ നിന്ന് സ്വല്പം കൂടി മുന്നോട്ട് പോയാൽ മാർ ഇലിയാസ്, ഏലിയ പ്രവാചകൻ ജസബേലിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവത്തിന്റെ മലയിലേക്ക് ഓടുന്ന വഴിയിൽ അല്പം വിശ്രമിച്ച സ്ഥലം. അവിടെ അതിന്റെ ഒരു പാറയുമുണ്ട്. അവിടെ നിന്ന് ബത്ലഹേമിന്റെ കവാടത്തിലേക്ക് എത്തുമ്പോൾ അങ്ങ് അകലെ ഒരു ആർട്ടിഫിഷ്യൽ കുന്ന് കാണും. വളരെ പ്രത്യേകതയുള്ള ഒരു കുന്ന്. ഈ കുന്നാണ് ഹെറോദിയോൺ. ബത്ലഹേമിൽ നിന്ന് ആട്ടിടയന്മാരുടെ സ്ഥലം ബെത്സഹൂറിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ യാത്ര ചെയ്താൽ തെക്കോവ ഗ്രാമത്തിലെത്തും. ആമോസ് പ്രവാചകന്റെ നാട്. അവിടെ പഴയ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട്. അവിടെ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് നീങ്ങിയാൽ ആർക്കിയോളജിക്കൽ പാർക്ക്. അതിന്റെ ഉള്ളിലൂടെ കടന്ന് മുകളിലോട്ട് കയറാം. ഈ കുന്നിന്റെ മുകളിലേക്ക് 830 മീറ്റർ ഉയരം. ഈ കുന്ന് ഹെറോദോസ് രാജാവ് പണിതതാണ്. 40കളിലെ അന്റിഗോണസിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം തന്റെ രാജ്യം സുസ്ഥിരമാക്കാൻ വേണ്ടി ഹെറോദോസ് പണിത കോട്ട. ഇന്ന് അതിന്റെ മുകളിലേക്ക് കയറി ചെന്നാൽ കോട്ടയുടെ അവശിഷ്ടങ്ങൾ, ചുറ്റുമതിലിന്റെ അവശിഷ്ടങ്ങൾ, കോർട്ട്യാർഡിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഹെറോദോസ് രാജാവ് ജെറീക്കോയിലാണ് മരിക്കുന്നത്. അദ്ദേഹത്തെ അടക്കുന്നത് ഈ ഹെറോദിയോണിലാണ്. പക്ഷെ ആ ശവകുടീരത്തിന്റെ മാത്രം ഒരു തരി പോലും അവിടെ കണ്ടെത്താനായിട്ട് 4 ആർക്കിയോളജിക്കൽ എക്സ്കവേഷനും സാധിച്ചിട്ടില്ല. അതിന് ചരിത്രത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. ഹെറോദോസ് രാജാവ് സ്വന്തം ഭാര്യയെയും മക്കളെയും വരെ കൊന്നവനാണ്. കുഞ്ഞു പൈതങ്ങളെ കൊല്ലാൻ ആഹ്വാനം ചെയ്തവനാണ്. അവൻ മരിക്കാൻ പോകുമ്പോൾ അവൻ ഭടന്മാരോട് കൽപ്പിച്ചിരുന്നു, യൂദയായിലെ എല്ലാ കുടുംബത്തിലെയും ആദ്യപുത്രന്മാരെ തുറങ്കിലടയ്ക്കണം. ഞാൻ മരിക്കുന്ന സമയത്ത് അവരെ മുഴുവൻ കഴുത്തറക്കണം. അപ്പോൾ യൂദയ മുഴുവൻ കരയും. റോമാക്കാർ നോക്കുമ്പോൾ രാജാവിന്റെ മരണത്തിൽ ദുഃഖാർത്തരായ ഒരു രാജ്യം. ഈ കോട്ടയിലാണ് പൂജരാജാക്കന്മാര് ശിശുവിനെ തേടി വരുന്നത്. കിഴക്ക് നിന്ന് അവര് സൂര്യനെ നോക്കി, നക്ഷത്രങ്ങളെ നോക്കി, അവിടെ നിന്ന് പ്രകൃതിയിൽ നിന്ന് രക്ഷകൻ ജനിച്ച വാർത്തയറിഞ്ഞ് യൂദയായിലേക്ക് വന്ന് ഹെറോദോസ് രാജാവിനോട് ചോദിക്കുന്നു, ഈ സ്ഥലം എവിടെയെന്ന്. അപ്പോഴും ഹെറോദോസ് രാജാവ്, ഈ രക്ഷകൻ ഇവിടത്തെ രാജാവാണല്ലോ, എന്റെ രാജ്യസ്ഥാനം നഷ്ടപ്പെടുമല്ലോ എന്നോർത്ത് അവനെ കൊല്ലാനുള്ള പദ്ധതി ഒരുക്കുന്നു. ഹെറോദോസ് നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു ചിത്രം അധികാരപ്രമത്തതയുടെ ചിത്രമാണ്. സ്വന്തം അധികാരവും സ്വന്തം സ്ഥാനവും നിലനിർത്തുവാൻ, ആരെയും കശാപ്പ് ചെയ്യാൻ, എന്ത് ക്രൂരതയും ചെയ്യാൻ മടിയില്ലാത്ത ഒരു പുതിയ തലമുറയുടെ ചിത്രം. യഹൂദരെ അവൻ മരിച്ച് അവന്റെ കബറടക്കത്തിന് ശേഷം ഈ ഹെറോദിയോണിൽ ചെന്ന് അത് തല്ലിത്തകർത്തു എന്നാണ് ചരിത്രം പറയുക. അതുകൊണ്ടാണ് ഒരു പൊടി പോലും ലഭിക്കാതിരുന്നത്. ചരിത്രത്തിൽ നിന്ന് എല്ലാ അധികാരപ്രമത്തരും മാഞ്ഞുപോയി. കൊല്ലാൻ ശ്രമിച്ച രക്ഷകൻ 2000 വർഷങ്ങൾക്ക് ശേഷവും പ്രകാശമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. നമ്മുടെ ജീവിതം എവിടേക്ക് തിരിക്കും? പ്രകൃതിയെ നോക്കി ദൈവത്തിലേക്ക് നടന്ന പൂജരാജാക്കന്മാരുടേതാണോ, അതോ സ്വന്തം ആവശ്യങ്ങൾ മാത്രം നിലനിർത്താൻ വേണ്ടി എന്ത് അധമ പ്രവർത്തികൾക്കും നീങ്ങുന്നവരായിട്ട് നമ്മൾ മാറുമോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിന്നിൽ വാഴുന്നു.